നമസ്കാരം. പ്രധാന വാർത്തകൾ. കുവൈത്ത് വിഷമദ്യ ദുരന്തം 40 ഇന്ത്യക്കാർ ചികിത്സയിൽ. സംഭവത്തിൽ 13 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം. ട്രംപ്. ധർമ്മസ്ഥല പരാതിക്കാരന് നുണപരിശോധന നടത്താൻ നീക്കം. PV അൻവറിന് കുരുക്ക്. KFCയിൽ നിന്ന് 12 കോടി തട്ടിയ സംഭവത്തിൽ വിജിലൻസ് കേസ്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക്. ഷാർജ ഇന്ത്യൻ സ്കൂൾ ജീവനക്കാരി ശ്രീമതി സോഫിയ മനോജ് ഷാർജയിൽ നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാർത്തകൾ വിശദമാകുന്നു. ഇന്ത്യ ഉത്സവന് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും രുചിപ്പെരുമയും വിളിച്ചോതി ഇന്ത്യ ഉത്സവന് മിഡിൽ ഈസ്റ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ തുടക്കമായി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MA യൂസഫ് അലി, ഇന്ത്യൻ എംബസി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൗൺസിലർ രോഹിത് മിശ്ര, ഇക്കണോമിക് അഫയേഴ്സ് ഫസ്റ്റ് സെക്രട്ടറി ധർമ്മ സിംഗ് മീണ എന്നിവരുടെ സാന്നിധ്യത്തിൽ UAE-ലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഇന്ത്യ ഉത്സവന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യമാർന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മികവ് ലോകത്തെ കൂടുതൽ അറിയിക്കുന്നതിൽ ലുലുവും MA യൂസഫ് അലിയും വഹിക്കുന്ന പങ്ക് പ്രശംസനീയമെന്ന് UAE-ലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അടക്കം കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ പ്രവർത്തനമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയാണ് ലുലു ലഭ്യമാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതെന്നും സഞ്ജയ് സുധീർ കൂട്ടിച്ചേർത്തു. I must congratulate the Lulu Group to bring actually a part of India to the rest of the world, particularly the people in the Gulf region. Whether it is global brands or others are actually manufactured in India, which in a way promotes the Make in India program of the Indian government, and that is a big credit which goes to the Lulu Group, I must say. It's also creditable to note that the imports from India have already crossed $1 billion. And I'm very confident, Yusufbhai, that this year you should be able to cross $2 billion. India festival that we are celebrating in all our hypermarkets spread across Middle East, North Africa region. Every year we conduct such events to promote the products of India, including the taste and culture of our country among the nationals and huge expatriate population residing in these regions. Today, our group is one of the largest importers from India. Every year, we are importing more than $1.1 billion. This year, our target is $2 billion. We do our best to promote India and to showcase and popularize Indian products through such festivals conducted every year. Wishing everyone a happy India Independence Day in advance. ശ്രീ ജയകുമാറിന് യാത്രയയപ്പ് നൽകി തിരുവനന്തപുരം ജില്ലാ പ്രവാസി കൂട്ടായ്മ. ദുബൈയിലെ തിരുവനന്തപുരം ജില്ലാ ഫാമിലി പ്രവാസി കൂട്ടായ്മയായ ടെക്സാസ് ദീർഘകാല പ്രവാസിയും ടെക്സാസിന്റെ മുൻകാല പ്രസിഡന്റുമായ ശ്രീ ജയകുമാറിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും യാത്രയയപ്പ് നൽകി. നീണ്ട 26 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കിയാണ് അദ്ദേഹവും കുടുംബവും നാട്ടിലേക്ക് യാത്രയാകുന്നത്. ടെക്സാസ് ഗ്ലോബൽ ചെയർമാൻ ശ്രീ KK നാസർ, ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ടൈറ്റസ് ജോസഫ്, സെക്രട്ടറി ശ്രീ നജീബ്, ആക്ടിംഗ് ട്രഷറർ ശ്രീ നൌഫൽ എന്നിവർ സംബന്ധിച്ചു. ഇന്നത്തെ വാർത്തകളുടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.